വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളെ കുറിച്ചാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ ചെറിയൊരു മോട്ടിവേഷൻ പോലത്തെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു. ധാരാളം കമന്റ്സ് എനിക്ക് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു. വളരെയധികം സന്തോഷം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ വരികയാണെങ്കിൽ കുറച്ച് നമ്മൾ ഡൗൺ ആയിട്ട് പോകുമ്പോൾ ഒന്നും കൂടി പഠിക്കാൻ ഒരു എനർജി ഒക്കെ വരും അല്ലെ. അപ്പൊ അത് നല്ലതാണ്. അപ്പോൾ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒക്കെ നമുക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഇങ്ങനെ അത് മോട്ടിവേഷൻ ആണോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതായത് എന്നെ കൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിലുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊന്നും അല്ല. പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാ ടീച്ചറെ SCRT എങ്ങനെയാ പഠിക്കാൻ? നമ്മൾ പഠിക്കാൻ മക്കളെ. അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവട്ടെ. ആ സിലബസ് അനുസരിച്ച് SCRT പുസ്തകങ്ങൾ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCRT പുസ്തകങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ടീച്ചർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ചാപ്റ്റർ വൈസ് തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തന്ന് ടീച്ചറെ ക്ലാസ് എടുത്ത് തരാം. അപ്പൊ അതിൽ കുറെ കാര്യങ്ങളൊന്നും പഠിക്കാണ്ടാവില്ലേ. ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ കൂടെ 1-2 എക്സ്ട്രാ പോയിന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് എന്താ ഓരോ ടോപ്പിക് വൈസ് നമുക്ക് എന്ത് നടത്താം? റിവിഷനും നടത്താം. ഒരു ടോപ്പിക്ക് തലേദിവസം തന്നെ ടെലഗ്രാം ചാനലിൽ ടീച്ചർ പറയാം, നാളെ ഇന്നത് പഠിച്ചോളോട്ടോ എന്ന് പറയാം. എന്നിട്ട് ടീച്ചർ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് പോയിന്റ് ഒക്കെ നമുക്കിവിടെ പറയാം ക്ലാസ്സിൽ. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയുണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം കേട്ടോ. ധൈര്യമായിട്ട് ഇരിക്കും എല്ലാവരും. എല്ലാവർക്കും നല്ല മാർക്ക് നേടാൻ പറ്റും. ടീച്ചർ പറയണ പോലെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഇനി ഒരു ചാൻസ് ഉണ്ട്, എനിക്ക് 20 വയസ്സുള്ളൂ അല്ലെങ്കിൽ 25 വയസ്സുള്ളൂ അല്ലെങ്കിൽ ഇനി ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഇനിയിപ്പോ ലാസ്റ്റ് ചാൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടാനായിട്ട് പറ്റും. അങ്ങനെ തന്നെ വിചാരിക്കുക. അതായത് നെഗറ്റീവായിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത്. എനിക്ക് നേടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസോട് കൂടി. ഒരു കുട്ടി പറയണ്ടായിരുന്നു, ടീച്ചറെ ഞാൻ MBA പഠിച്ചേ, അത് കഴിഞ്ഞ അപ്പൊ MBA പഠിച്ച ആൾ നോക്കൂ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി പഠിക്കണു അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ അപ്പൊ 10-37,000 രൂപ ശമ്പളം ഒരു MBA ഒക്കെ പഠിച്ച ആൾക്ക് ആദ്യം കിട്ടുക 10-35 രൂപയൊക്കെ തന്നെയുള്ളൂ. അപ്പൊ അത്രയൊക്കെ കിട്ടുള്ളൂ. 10-37,000 രൂപ ശമ്പളം ഇവിടെ കിട്ടും വെച്ചാൽ സമാധാനപരമായിട്ട് നമ്മുടെ വീടിനടുത്ത് ജോലി ചെയ്തൂടെ. അപ്പൊ ആ കുട്ടി ലാസ്റ്റ് ചാൻസ് ആന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടും, ധൈര്യമായിട്ട് പഠിക്കും, ടീച്ചറിന്റെ കൂടെ എന്താവശ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങളുടെ കൂടെ ഈ പരീക്ഷ കഴിയണവരെ, പരീക്ഷ കഴിഞ്ഞാലും ടീച്ചർ ഇത് തുടരും, പരീക്ഷ കഴിയണവരെ, നിങ്ങളുടെ ഈ പരീക്ഷ കഴിയണവരെ ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ്സോട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളും ടെലഗ്രാം ചാനലിൽ ഇടൂ. ഞാനിങ്ങനെ വെറുതെ എന്താ പറയാ കുറെ ഇവിടെ ഇടുന്ന വീഡിയോസ് തന്നെ അതിലിടണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ പരീക്ഷയല്ലേ. തിങ്കളാഴ്ച നമ്മുടെ പരീക്ഷയുണ്ട്. തിങ്കളാഴ്ച പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഒരു എക്സാം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്ലാസ്സിലേക്ക് കടന്നാലോ? നമ്മൾ പറയുന്നത് മൗലിക കടമകളെ കുറിച്ചാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, മൗലിക അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു. അപ്പൊ മൗലിക അവകാശങ്ങൾ മാത്രമല്ല, ഒരു ചില കടമകളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ വീട്ടില് പല രീതിയിലുള്ള റൈറ്റ്സും നമുക്കുണ്ട്. ആ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചില ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരില്ലേ, നിങ്ങൾ ഇങ്ങനെ കാര്യം ചെയ്യണം, നിങ്ങളിപ്പോ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഈ സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ ഡ്യൂട്ടീസും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണ മാതൃരാജ്യമായിട്ടുള്ള ഭരണഘടന അല്ലെ, ഇന്ത്യയുടെ ഭരണഘടനയിൽ, അതായത് ഇന്ത്യയുടെ നിയമാവലിയിൽ ഇന്ത്യയിലെ ഓരോ പൊതുജനങ്ങളും മാതൃരാജ്യത്തിന്റെ മക്കളാണ് നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ അല്ലെ. അപ്പൊ ഓരോ പൊതുജനങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള ചില ഡ്യൂട്ടീസിനെ കുറിച്ച്, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതായത് പൗരന്മാർക്ക് സ്വന്തം അവകാശങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ, അവരുടെ കടമകളെ കുറിച്ചും അവർക്ക് ബോധവാന്മാരാവണം. അപ്പോഴാണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് മൗലിക കടമകൾ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് മൗലിക കടമകൾ വന്നത്? 1976 എപ്പോഴാണ്? 1976 ശ്രദ്ധിക്കുക കേട്ടോ. 1976 വർഷത്തില് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ സ്വരൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിലാണ്? സ്വരൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തില് അധ്യക്ഷതയില് ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ഇദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പില് ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. എന്തായിരുന്നു ആ കമ്മിറ്റിയുടെ ഉദ്ദേശം? അതായത് നമ്മുടെ ഭരണഘടനയില് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ നിയമിച്ചത്? സ്വരൺ
സ്വരൺ സിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും അദ്ദേഹം പറഞ്ഞു, അതായത് പൗരന്മാർക്ക് അവകാശങ്ങൾ മാത്രം പോരാ, ചില ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ കൊടുക്കണം, അങ്ങനെ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അതിന്റെ ആവശ്യകതയുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറഞ്ഞത് എത്രണ്ണാണ്? 8 മൗലിക കർത്തവ്യങ്ങളാണ്. 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ വേണം എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ സ്വരൺ സിംഗ് കമ്മിറ്റി പറഞ്ഞത്. ക്ലിയർ ആയോ? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എത്ര മൗലിക കർത്തവ്യങ്ങളായിരുന്നു? 8 എണ്ണായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയില് നമ്മൾ 10 മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർക്കണ്ടായി. എത്രണ്ണം കൂട്ടിച്ചേർത്തു? 10 മൗലിക കർത്തവ്യങ്ങൾ. എപ്പോഴാ കൂട്ടിച്ചേർത്തെ? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കർത്തവ്യങ്ങൾ, 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അങ്ങനെ ആ 10 മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. എവിടെ? ഏത് ആർട്ടിക്കിളിലാണ്, ഏത് പാർട്ടിലാണ്? നമ്മൾ പാർട്ട് പറയുമ്പോൾ പാർട്ട് 4A എന്ന് പറയും. പാർട്ട് 4A കൂട്ടിച്ചേർത്തു. ഇനി ആർട്ടിക്കിൾ ഏതിലാ കൂട്ടിച്ചേർത്തെ? ആർട്ടിക്കിള് ഈ കാര്യങ്ങളൊക്കെ ഏതിലെങ്കിലും എഴുതി തയ്യാറാക്കണ്ടേ? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A ഇത് കൂട്ടിച്ചേർത്തത്. 51A സ്മോൾ എ മുതൽ ജെ വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? നമ്മുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ഈ എന്താ പറയുന്നത്, 76ാം അമെന്റ്മെന്റിലൂടെ പറയുന്നത്. ഇതിവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു വെക്കണം. ഒന്ന്, മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് USSRൽ നിന്നാണ്. എവിടെ നിന്നാണ്? USSRൽ നിന്നാണ്. ഇനി എന്താ പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയില് മൗലിക കർത്തവ്യങ്ങൾ ഏത് പാർട്ടിലാണ്? പാർട്ട് 4A. പാർട്ട് 4A. ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 51A. അതായത് ചുരുക്കി ഇങ്ങനെ പറയുള്ളൂ, എ തൊട്ട് ജെ വരെ. ശരിക്കും ജെ വരെയല്ല, അത് കഴിഞ്ഞിട്ട് കെ എന്ന് പറയുന്നതും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ടീച്ചർ ഒന്നും കൂടെ പറയട്ടെ. എന്താ പറഞ്ഞേ? പൗരന്മാർക്ക് സ്വന്തം അവകാശങ്ങൾ മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് ചില കർത്തവ്യങ്ങൾ, ചില ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആശയം വരികയാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയൊക്കെ എഴുതി തയ്യാറാക്കി ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ വരണേ. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1976 സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന, സ്വരൺ സിംഗ് കമ്മിറ്റി പറഞ്ഞ ഒരു കമ്മിറ്റി, അതിലെ ഹെഡ് ആരാണ്? സ്വരൺ സിംഗ് ആണ്. അദ്ദേഹത്തിനോട് പറയാണ്, ഇങ്ങനെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യതയുണ്ടോ ഒന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങേര് റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങേര് പറയാണ് 8 മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കാം. പക്ഷെ അങ്ങേര് പറഞ്ഞത് കൂടാണ്ട് 2 കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് മൊത്തം ആദ്യം തന്നെ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തപ്പോ 10 മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു. പക്ഷെ സ്വരൺ സിംഗ് എത്രേ പറഞ്ഞോളൂ എന്ന് ഓർത്തു വെക്കണം? 8 പറഞ്ഞോളൂ എന്ന്. അപ്പൊ സ്വരൺ സിംഗിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് എത്ര മൗലിക കർത്തവ്യങ്ങളാന്ന് ചോദിച്ചാലോ നമുക്കറിയണം 8 പക്ഷെ നമ്മൾ എത്രണ്ണം കൂട്ടിച്ചേർത്തു? 10 കേട്ടോ. പക്ഷെ ഇപ്പൊ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പൊ 11 ഉണ്ട്. അതിലേക്ക് നമ്മൾ വരാം. അപ്പൊ ഈ 11 ഉണ്ട്. നമ്മളപ്പോ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഉള്ളത് 10 കൂട്ടിച്ചേർത്തത് എന്നാണ് 1972 ഒരു അമെന്റ്മെന്റ് നടത്തി. 42ാമത്തെ അമെന്റ്മെന്റ് ആണ് നടത്തിയത്. അങ്ങനെ എവിടെ നടത്തി? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നടത്തി. അങ്ങനെ 42ാമത്തെ ഭേദഗതി ആയിരുന്നു. അതില് ആ 42ാമത്തെ ഭേദഗതിയിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എഴുതി ചേർത്തു. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ എഴുതി ചേർത്തു? പാർട്ട് 4 വരെ ഉണ്ടായിരുന്നതിൽ പാർട്ട് 4A എന്നും കൂടി കൂട്ടി. പാർട്ട് 4A എന്ന് കൂട്ടി. ആർട്ടിക്കിൾ 51A A to J വരെ കൂട്ടി. പിന്നെ K പിന്നെ കൂട്ടിയ, അങ്ങനെ കൂട്ടിച്ചേർത്തു. അങ്ങനെ മൗലിക കടമകള് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നറിയോ മക്കളെ നിങ്ങൾക്ക്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. ഇനി ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണ്ടേ? പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയും. അങ്ങനെ
1976 നിലവിൽ വന്ന 76 കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി 1977 ജാനുവരി മാസം 3-ാം തീയതി പ്രാബല്യത്തിൽ വന്നു. അപ്പൊ ഇന്ത്യയില് എന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രാബല്യത്തിൽ വന്നത്? 1977 ജാനുവരി 3-നാണ്. എന്നാണ് അമെന്റ്മെന്റ് നടത്തിയത്? 1976-ലാണ്. എത്രാമത്തെ അമെന്റ്മെന്റ് ആയിരുന്നു? 46-ാമത്തെ അമെന്റ്മെന്റ് ആയിരുന്നു. അമെന്റ്മെന്റ് പ്രകാരം എത്ര ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തു? നമ്മള് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തു. എവിടെയാ കൂട്ടിച്ചേർത്തെ? പാർട്ട് 4A-ലാണ്. ഏത് ആർട്ടിക്കിളിനാ കൂട്ടിച്ചേർത്തെ? ആർട്ടിക്കിൾ 51A-ലാണ്. ആ 10 A-J, ABCDEFGHIJ അല്ലെ? 10 അല്ലേ? അപ്പൊ A-J 11-ാമത്തെ വന്നപ്പോഴാണ് കെയും കൂടി വന്നത്. നമ്മൾ ഇനി അടുത്തത് പറയും. ഇനി നമ്മൾ USSRൽ നിന്നാണ് ഇങ്ങനെ കർത്തവ്യങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് കേട്ടോ. ഇനി 51A-K എന്നൊന്നും ചോദിക്കില്ല കേട്ടോ മക്കളെ. അതൊക്കെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല എന്ന് ടീച്ചർ പറയില്ല. ചിലപ്പോൾ കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പൊ പാർട്ട് 4A ആർട്ടിക്കിൾ 51A എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ നോക്കൂ, പിന്നെ ഒരു ഭേദഗതി, അടുത്ത ഭേദഗതി വന്നു. അടുത്ത ഭേദഗതി 86-ാമത്തെ ഭേദഗതിയാ. ഈ 86-ാമത്തെ ഭേദഗതി എന്നാ വന്നേന്നറിയോ നിങ്ങൾക്ക്? 2002-ലാണ് നിലവിൽ വന്നത്. അങ്ങനെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം എത്രയായി? 11 എണ്ണായി. അപ്പൊ നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? 11. സ്വരൺ സിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചു 8. നമ്മൾ 76-ൽ 42-ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം 10 മൗലിക കർത്തവ്യങ്ങൾ എഴുതി ചേർത്തു. 86-ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയായി മാറി? 11 മാറി. എത്രയായി മാറി? 11 മാറി. ഈ 86-ാം അമെന്റ്മെന്റില് എന്താ പറയണേ? അപ്പൊ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 51A-ല് A-J എന്നുള്ളത് A-K ആയി. അതായത് ഇവിടെ കെയും കൂടി കൂട്ടിച്ചേർത്തു. അത്രേ ഉള്ളൂ. സ്മോൾ കെയും കൂടെ ഇവിടെ കൂട്ടിച്ചേർത്തു. എന്തെന്നാ കൂട്ടിച്ചേർത്തെ? 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ്. കണ്ടോ? അപ്പൊ ഈ മൗലിക കടമയാ കൂട്ടിച്ചേർത്തെ. എന്താ കൂട്ടിച്ചേർത്തെ? എന്ത് മൗലിക കടമയെ കൂട്ടിച്ചേർത്തെ? 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്നുള്ളത് 86-ാം അമെന്റ്മെന്റ് പ്രകാരം കൂട്ടിച്ചേർത്തു. അങ്ങനെ എത്ര മൗലിക കടമകളായി? നമുക്ക് 11 മൗലിക കടമകളായി. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ കാര്യം ടീച്ചർ ഒന്നും കൂടെ പറയട്ടെ. അതായത് ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള നമ്മൾക്ക് മൗലിക അവകാശങ്ങൾ മാത്രം പോരാ. ഇവർക്ക് അവകാശം മാത്രം കൊടുത്താൽ പോരാ. അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസും ചില ഡ്യൂട്ടീസും കൂടെ കൊടുക്കണം. അവർക്ക് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യതയുണ്ട്. കുറച്ച് ഉത്തരവാദിത്ത ബോധം അവർക്ക് വരണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോ 1976-ല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗില് സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. മൗലിക കർത്തവ്യങ്ങളായിട്ട് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുതിയ ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണമെന്ന് സ്വരൺ സിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചു. അങ്ങനെ സ്വരൺ സിംഗ് കമ്മിറ്റി 8 മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശിച്ചു. പക്ഷേ 1976-ൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റുമായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ 42-ാമത്തെ അമെന്റ്മെന്റിലൂടെ നമ്മൾ 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തു. അത് പാർട്ട് 4A-ല് ആർട്ടിക്കിൾ 51A-ല് A-J വരെയുള്ള ആർട്ടിക്കിളിലാണ് നമ്മൾ എഴുതി ചേർത്തത്. അങ്ങനെ ഡ്യൂട്ടീസ് എന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1977 ജാനുവരി 3-ന് പ്രാബല്യത്തിൽ വന്നു. ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളത് മുമ്പ് കടമെടുത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് കടമെടുത്തു? USSRൽ നിന്ന്. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാ? പാർട്ട് 4A. ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 51A. അപ്പൊ ചില പുസ്തകങ്ങളിൽ നിങ്ങൾ കാണും 51A എന്ന് കാണും, A കഴിഞ്ഞിട്ട് A-K എന്നൊക്കെ കാണും. A-K ഇത് എന്താ ടീച്ചറെ എന്ന് നമ്മള് പിന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് ടീച്ചറോടെ പറയണേ. അതായത് 86-ാമത് വീണ്ടും ഒരു അമെന്റ്മെന്റ് നടത്തി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 2002-ൽ നടത്തി. അപ്പൊ ഒരു മൗലിക കടമയും കൂടെ കൂട്ടിച്ചേർത്തു. അപ്പൊ 10 എന്നുള്ളത് 11 ആയില്ലേ?
എന്ത് മൗലിക കടമയെ കൂട്ടിച്ചേർത്ത് 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ മൗലിക കടമയാണെന്നാണ് അവിടെ കൂട്ടിച്ചേർത്തത്. ക്ലിയർ ആയോ? അപ്പോ എന്താണ് കെ, നമ്മുടെ ആർട്ടിക്കിൾ 51A കെ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ കെ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും കൂടെ അവിടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ എന്തായി? മൗലിക കടമകളുടെ എണ്ണം എത്രയായി എന്നാ പറയണേ? 11ആയി. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇനി ഒരു കാര്യം പഠിച്ചിട്ട് നമ്മൾ പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാര്യം കൂടെ ഇവിടെ പഠിക്കും. അതായത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ആരാണ്? അതായത് കമ്മിറ്റിയുടെ പേരെന്താണ്? കമ്മിറ്റിയുടെ പേര് സ്വരൺ സിംഗ് കമ്മിറ്റി എന്നാണ്. ഈ ഒരു കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ കൂടുതൽ കാണാം. പക്ഷേ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറഞ്ഞു കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാലും ആ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ എഴുതും. അതിന് വേണ്ടിയിട്ട് ടീച്ചർ ഇത് തരണേ, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ഈ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി ആരാ? ഇദ്ദേഹവും മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അതായത് മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേരാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണ്ടെങ്കിലും അതായത് നമ്മൾ മനസ്സിലാക്കുക, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയും എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇത് മനസ്സിലാക്കുക, റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിർദ്ദേശം കൊണ്ടുവന്നത് ആരാണെന്ന് മാത്രം, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ നിർദ്ദേശിച്ചത് ആരാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി മൗലിക കടമകൾ നടപ്പാക്കുക. ശരിക്കും മൗലിക കടമകൾ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ മൗലിക കടമകളുടെ ഒരു പ്രത്യേകത, മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമല്ല. ന്യായവാദത്തിന് അർഹമല്ല. നിങ്ങൾ ചെയ്യണമെന്ന് പറയാനേ പറ്റുള്ളൂ. ചെയ്യാണ്ടിരുന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല എന്നാണ് ഇവിടെ പറയണേ. കോടതികൾക്ക് അവ നടപ്പിലാക്കാനോ നിർദ്ദേശിക്കാനോ പറ്റില്ല. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടാൻ പറ്റില്ല മക്കളെ. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടില്ല. അപ്പൊ കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് കേസിന് പോവാല്ലേ? ന്യായവാദത്തിന് അർഹമല്ല, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടില്ല. അപ്പൊ മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ? ആ നിയമവ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. 1998 അപ്പോയിന്റ് ചെയ്തത്. ഇതും കൂടി ഒന്ന് ഓർത്തു വെക്കാം. മൗലിക കടമകള് ന്യായവാദത്തിന് അർഹമല്ല, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടാൻ പറ്റില്ല. ഇനി കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരികയാണെങ്കിൽ, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ലാസ്റ്റ് ഗ്രേഡിന് കണ്ടിട്ടുണ്ട് എന്നല്ല, പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എങ്ങനെയാ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ സാധാരണ രീതിയിൽ ആദ്യം തന്നെ നമ്മൾ എന്താ പഠിക്കുക? ലാസ്റ്റ് ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ഗ്രേഡിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക. കാരണം അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു പരീക്ഷയ്ക്ക് ഒരു കാര്യം പഠിക്കുമ്പോൾ, നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ടീച്ചർ കേരളത്തിന്റെ വിസ്തീർണം എത്രയാ, കേരളത്തിൽ എത്ര ജില്ലയല്ല, തെക്കേറ്റത്ത് ഏതാ, വടക്കേറ്റത്ത് ഏതാ, എന്തിനാ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണേന്ന് ചോദിക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 5 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 3 ലക്ഷം കുട്ടികളും ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ബാക്കി 2 ലക്ഷത്തെ വീട്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ആ 3 ലക്ഷം കുട്ടികൾ, 5 ലക്ഷം പേരുണ്ടെങ്കിൽ 3 ലക്ഷം പഠിച്ചെഴുതുള്ളൂ അത്യാവശ്യം കാര്യങ്ങൾ. പിന്നെ ജോലി വേണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്, അത്രയുമാണ്. അതിന്റെ ഒരു 50% നിങ്ങൾ ഓർത്താൽ മതി. ഒരു 1.5 ലക്ഷം പേരാണ് അത്രയും ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി പഠിച്ച് പരീക്ഷ എഴുതുന്നവര്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യൻസും കിട്ടുന്നുണ്ടാവും. അപ്പോ അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരെണ്ണം തെറ്റിച്ചാൽ നമ്മൾ ചിലപ്പോൾ 1000 റാങ്കിന്റെ പിന്നോട്ട് പോകും. നമ്മുടെ ഒരു മാർക്ക് നമ്മൾ തെറ്റിച്ചാൽ 1 മാർക്കും പോകും, 0.3 പോകും. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ നമ്മുടെ എത്ര മാർക്ക് പോയിന്നാ നിങ്ങളുടെ വിചാരം? അപ്പൊ സിമ്പിൾ ആണെന്ന് പറഞ്ഞ ഒന്നിനും നിങ്ങൾ തള്ളിക്കളയരുത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഒരു റാങ്ക് ക്വസ്റ്റ്യൻ തെറ്റിയാൽ, അതായത് 100 മാർക്ക് കിട്ടണോനായിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ കിട്ടണ്ടാവുക. അപ്പൊ ആ 100 മാർക്ക് കിട്ടുന്ന ആള് 1-2 പേരുണ്ടാവുള്ളൂ. പക്ഷെ 90 മാർക്ക് കിട്ടുന്ന ആള് 250-300 പേരുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലായി എവിടെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ നിൽക്കണേ എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ അതിന്റെ ഗൗരവം കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പരീക്ഷ ഹാളിൽ നമ്മൾ എപ്പോഴും തെറ്റിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ മൗലിക കടമകൾ എന്ന് പറയുന്ന
ഭാഗത്ത് 11 മൗലിക കടമകളുണ്ട്. ഈ 11 മൗലിക കടമകൾ നമ്മൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താഴെ പറയുന്നവയിൽ മൗലിക കടമകൾ അല്ലാത്തത് ഏതെന്ന്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മൗലിക കടമകൾ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയിട്ടില്ലേ? ഈ ഭരണഘടന എന്താണ്? ഭരണഘടന കാണാപ്പാഠം പഠിക്കാനല്ല പറയണേ. ഈ ഭരണഘടനയെ അനുസരിക്കണം. അതായത് ഭരണഘടന അനുശാസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്, അതാ നമ്മൾ അനുസരിക്കുക. അല്ലെങ്കിൽ ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കാനായിട്ട് പഠിക്കാം. മൂത്ത ആൾക്കാരെ ബഹുമാനിക്കണം എന്ന് നമ്മൾ പറയണില്ലേ? അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. നമുക്ക് അത്രയും മാത്രം മൂല്യമുള്ള ഇന്ത്യയുടെ നിയമാവലിയാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതിൽ പെടുന്നതാണ് നമ്മുടെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം, ഇവയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പതാക, ഗാനം, ഗീതം ഇതൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആയോ മക്കളെ? ഭരണഘടനയെ അനുസരിക്കുക, ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക, ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഇനി അടുത്ത കാര്യം, നമ്മൾ എത്രയോ മാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത് എന്ന് നമ്മൾ 1857 റിവോൾട്ടിൽ നമ്മൾ 1857 റിവോൾട്ട് പഠിച്ചു. ഇനി അത് കഴിഞ്ഞ് ഓരോരോ ലഹളകളും ബഹളങ്ങളും നമ്മൾ പഠിക്കും. അപ്പൊ അത്രയും മാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് സ്വാതന്ത്ര്യം നമ്മൾ നേടിയത്. അപ്പൊ സ്വാതന്ത്ര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനത്തോടു കൂടി കാണണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വ്യക്തികളുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ആ വ്യക്തികളെ നമ്മൾ മോശമായിട്ട് ഒന്നും പറയരുത്. നമുക്ക് ഇത്രയും എന്താ പറയാ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ പോവാം, ആരോട് വേണമെങ്കിൽ സംസാരിക്കാം, എവിടെ വേണമെങ്കിൽ ജോലി ചെയ്യാം, അങ്ങനെ എന്തൊക്കെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് എത്രമാത്രം അവകാശങ്ങളൊക്കെയുള്ള. ഇത് നമ്മള് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നോ? ഇല്ല. ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവും. നമ്മൾ ഇവിടെ എങ്ങനെയാണോ ബംഗാളികളെ ട്രീറ്റ് ചെയ്യണേ, അതുപോലെ ഇവിടുന്ന് പുറത്തു പോയാൽ നമ്മളെ അവരെ ട്രീറ്റ് ചെയ്യാം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പവർ അത്രമാത്രമാണ്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കുക, അവരുടെ ആശയങ്ങളെ നമ്മൾ ബഹുമാനിക്കുക, ഇതൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് ഭാരതത്തിന്റെ പരമാധികാരം അതുപോലെ തന്നെ ഐക്യം, പരമാധികാരം അതുപോലെ തന്നെ ഐക്യം എന്നിവ നമ്മൾ സംരക്ഷിക്കുക. അതായത് നമ്മൾ തന്നെ നമ്മുടെ കുറ്റവും കുറവും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ഐക്യം നമ്മൾ ഉണ്ടാവണം. ഒരു വീടാണെങ്കിൽ അത് നമ്മൾ എവിടുന്ന പഠിക്കേണ്ടത്? വീട്ടിൽ നിന്നാ പഠിക്കേണ്ടത് അല്ലേ? ആദ്യം വീട് നന്നാക്കിയിട്ടാ പിന്നെ നാട് നന്നാക്കാൻ നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഒരു ഐക്യം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ഉണ്ടാവണം നമുക്ക് എന്നാ പറയണത്. അതുപോലെ തന്നെ നമ്മൾ ദേശീയ സേവനങ്ങൾ, ദേശീയ തലത്തില് സേവനങ്ങൾ ചെയ്യുക. അപ്പൊ ദേശീയ സേവനം ചെയ്യാന്ന് പറയുമ്പോ കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പൊ നമ്മൾ എല്ലാവരും മിലിറ്ററി ചേർന്നോ ടീച്ചറെ? മിലിറ്ററി ചേരാനല്ല മക്കളെ പറയണേ. ഇപ്പൊ നമ്മൾ കോവിഡ് ഉണ്ടായി, അല്ലെങ്കിൽ പ്രളയം ഉണ്ടായി, എന്തോ ആൾക്കാരെ സഹായിച്ചേ. പ്രളയം ഉണ്ടായപ്പോ എത്ര ആൾക്കാരെ പരസ്പരം സഹായിച്ചേ നമ്മൾ, ഇല്ലേ? ഒരു വീട് പോലെ നമ്മൾ കഴിഞ്ഞു. വീട്ടിൽ വെള്ളം കയറിയിട്ടുള്ള ആൾക്കാരെ സഹായിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. കോവിഡ് ഉണ്ടായി, അപ്പൊ ക്വാറന്റൈനിൽ ഇരുന്ന ആൾക്കാരെ എത്ര പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു, പല കാര്യങ്ങളും മരുന്നുകൾ കൊടുത്തു, ഒക്കെ സഹായിച്ചു. അങ്ങനെയൊക്കെ ചെയ്തില്ലേ? അല്ലെങ്കിൽ മരിച്ച ആൾക്കാരെ അല്ലെ, എത്രയോ അധികം റിസ്ക് ഏറ്റെടുത്തിട്ടാണ് അവരെ എന്താ പറയാ സംസ്കരിക്കാനൊക്കെ ആൾക്കാർ പോയത്. അപ്പൊ ഇത്തരം കാര്യം അതാ പറയണ ദേശസേവനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതാ. അല്ലാണ്ട് ദേശസേവനം ചെയ്യാൻ മിലിറ്ററിക്കാരാവണമെന്നില്ല. ഒരു അത്യാവശ്യം വരുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമ്മൾ പ്രകടിപ്പിക്കണം. അത്രേ പറയുള്ളൂ കേട്ടോ. ഇനി അടുത്ത പോയിന്റ് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രത്യേകത, നമ്മൾ പല മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്, പല ഭാഷകളിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ, മതത്തിന്റെ ഭാഷയുടെ, നമുക്കറിയാം ഭാഷാടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഓരോരോ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം. അങ്ങനെ എന്താ പറയുന്നത്, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെയാ നമ്മൾ പറയണതിന് അല്ലെ? പല രീതിയിലാണ് നമ്മൾ ജീവിക്കണേ. ഇങ്ങനെയുള്ള ആൾക്കാരായിക്കോട്ടെ, പല മതത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, പല ഭാഷയിലുള്ള ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല പ്രദേശത്ത് നിന്നുള്ള ആൾക്കാരായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും എന്തു പുലർത്തുക എന്നാ പറയണത്? സാഹോദര്യ മനോഭാവം പുലർത്തുക. അതാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? പ്രതിജ്ഞ ചൊല്ലാറില്ലേ? അതെന്നെ ഇവിടെ പറയുള്ളൂ. ഇനി അടുത്തത് സമ്മിശ്ര സംസ്കാരം. ഈ പറഞ്ഞ തന്നെ വീണ്ടും ഒരു പറയാണ്, സമ്മിശ്ര സംസ്കാരമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ സമ്മിശ്ര സംസ്കാരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ പാരമ്പര്യം നമ്മൾ ഫോളോ ചെയ്യണമെന്ന്. അതായത് എന്താ പറയണേ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ കൾച്ചറിനെ, ഇപ്പോ ഒരു എന്താ പറയാ, ഏതെങ്കിലും ഒരു
എന്താ പറയാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു കൾച്ചർ ഉണ്ടായിരിക്കും. മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വേറെ രീതിയിലായിരിക്കും. പക്ഷെ നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അവരുടെ കൾച്ചറിനെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. മനസ്സിലാവുണ്ടോ? അങ്ങോട്ട് ബഹുമാനം കൊടുക്കുമ്പോഴാണ് തിരിച്ചിങ്ങോട്ട് ബഹുമാനം കിട്ടുക. അത് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അപ്പൊ സമ്മിശ്ര സംസ്കാരം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ആ പാരമ്പര്യം നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടോണം. ഇനി അടുത്ത് പറയാണ് വനം, അതുപോലെ തന്നെ തടാകങ്ങള്, അതുപോലെ തന്നെ നദികള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വന്യജീവികള്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സംരക്ഷിക്കണം. അവയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഉപദ്രവിക്കരുത്. പക്ഷെ ഇപ്പൊ ഇവരൊന്നും നമ്മളല്ല ഉപദ്രവിക്കണേ, ഇവര് നമ്മളെ ഉപദ്രവിക്കണം അല്ലെ. അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ. ഇനി അടുത്തത് നമ്മൾ ശാസ്ത്രബോധം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണേ, ശാസ്ത്രബോധമുള്ളവരാവണമെന്ന് പറഞ്ഞാലേ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഭയങ്കര അന്ധവിശ്വാസങ്ങളുള്ള ആൾക്കാരായിരിക്കും, അറിയാലോ. അപ്പൊ പറയാണത് ശാസ്ത്രബോധമുള്ളവരാവണമെന്ന് കുറച്ചും കൂടി ഭംഗിയായിട്ട് പറയണമെന്നുള്ളോ. അതായത് അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോയിട്ട് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നുണ്ടാവാം. ചില അന്ധവിശ്വാസങ്ങൾ നല്ലതാണ്, അല്ല എന്ന് പറയണില്ല. പക്ഷെ പൂർണ്ണമായിട്ടും അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ ശാസ്ത്രബോധത്തെ കളയരുത്. അങ്ങനെ നമ്മൾ ഒരു അങ്ങനെ ആൾക്കാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഇനി അടുത്തത് എന്താണ്? പൊതു സ്വത്ത് സംരക്ഷിക്കണം. പൊതു സ്വത്ത് സംരക്ഷിക്കണം. പൊതു സ്വത്ത് സംരക്ഷിക്കുക. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, എന്റെ വീടൊന്നും അല്ലല്ലോ, അപ്പൊ തോന്നിയോണാവാം അവിടുത്തെ ഡെസ്ക് നശിപ്പിച്ചു അല്ലെങ്കിൽ ബാത്റൂം നശിപ്പിച്ചു, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ പോലെ കണക്കാക്കുക, പൊതു സ്വത്ത് സംരക്ഷിക്കുക, അത്ര തന്നെ. ഇനി അടുത്തത് നമ്മൾ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. രാഷ്ട്ര പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കണം. രാഷ്ട്ര പുരോഗതിക്ക് പ്രവർത്തിക്കണം എന്ന്. രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിലും രാഷ്ട്രത്തിന് ദോഷം ഉണ്ടാക്കണ രീതിയിൽ ചെയ്യരുതൊന്നും. അടുത്തത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ 11ാമത്തെ എന്താ? 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കളെ. നിങ്ങളിത് കാണാപാഠം പഠിക്കണം എന്ന് ടീച്ചർ പറയില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊന്ന് 2-3 പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ ഇതെന്താ കാര്യങ്ങൾ എന്ന് പറയുമല്ലോ. അപ്പൊ ഞങ്ങൾ ടീച്ചർ ഒന്നും കൂടെ പറയാം. അതായത് ഭരണഘടന അനുസരിക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക, ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം, അങ്ങനെ പൊതുവായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുക, സ്വാതന്ത്ര്യ സമര സേനാനികളെ. അവർ പറഞ്ഞിട്ടുള്ള പല ആശയങ്ങളും നമ്മൾ ബഹുമാനത്തോടു കൂടി കാണാം. അതിനെ നമ്മൾ എതിർക്കാനായിട്ട് പോണ്ട. എന്തിനാ എതിർക്കണം? എത്ര പാട് കഴിച്ചിട്ട് അവർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അല്ലെ. അതുപോലെ രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ദേശ സേവനങ്ങൾ ചെയ്യുക. സേവനം എന്ന് പറഞ്ഞാൽ മിലിറ്ററി സർവീസ് അല്ലാന്ന് ഞാൻ ടീച്ചർ പറഞ്ഞു അല്ലെ. ഇനി മതം, ഭാഷ, അതുപോലെ തന്നെ പ്രദേശം, അതൊക്കെ അനുസരിച്ച് ആൾക്കാർ പല തരത്തിലുള്ള ആൾക്കാരാണ്, പല കൾച്ചറിലുള്ള ആൾക്കാരാണ്. ആയിക്കോട്ടെ, സാഹോദര മനോഭാവം പുലർത്തുക. ഇനി സമ്മിശ്ര സംസ്കാരമുള്ള ആൾക്കാരാണ്, ആയിക്കോട്ടെ, ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. വനങ്ങള്, തടാകങ്ങള്, നദികള്, അതുപോലെ തന്നെ പുഴകള്, വന്യജീവികള്, ഇവയൊക്കെ സംരക്ഷിക്കുക. ശാസ്ത്രബോധമുള്ളവരായിരിക്കുക, അല്ലാണ്ട് അന്ധവിശ്വാസം പിന്നാലെ പോവാണ്ടിരിക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കുക. രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുക? നമ്മള് വിദ്യാഭ്യാസമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ, മൗലിക കടമകൾ എന്താ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? പിന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മൗലിക കടമകൾ ഭംഗിയായിട്ട് പഠിച്ചോളോ. തിങ്കളാഴ്ചത്തേക്കുള്ള പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കും നിങ്ങൾ പഠിക്കണം. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷ തിങ്കളാഴ്ച ഉണ്ടാവും കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പൊ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.